ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ബീഡിലെ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് വിവരിച്ചുവല്ലോ. എന്നാൽ അങ്ങനെ ബീഡിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ വീണ്ടും മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ ദൈവത്തിൻ്റെ സുവിശേഷം എത്തുകയോ ദൈവവേലക്കാർ ചെല്ലുകയോ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. മറാഠിവാഡ എന്ന് പറഞ്ഞാൽ തന്നെ മഹാരാഷ്ട്രയുടെ ഒരു ബാക്ക്വേഡ് ഏരിയകളാണ്. അങ്ങനെ മറാഠിവാഡയെക്കുറിച്ച് എനിക്ക് വളരെയധികം ആത്മഭാരം ഉണ്ടാവുകയും ചെയ്തു. അത് മുഖാന്തരം ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അംബജോഗി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനം തുടങ്ങുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കുവാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പർലി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇന്നും വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എൻ്റെ ജോലിയൊക്കെ കഴിച്ച ശേഷം ഞാൻ വൈകിട്ട് ട്രാക്റ്റുകളുമായിട്ട് ഇങ്ങനെ വിസിറ്റിങ്ങിന് പോകും. ഇങ്ങനെ ഓരോ ഏരിയ, ഓരോ വീടുകളും റൂമുകളും കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രേരണ. അങ്ങനെ എന്നും വൈകിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഒരു റൂമിൽ താമസിക്കുന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടി. മലയാളിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ജ്യേഷ്ഠനോടൊന്ന് സംസാരിക്കുവാൻ കഴിയുമോ? എൻ്റെ ജ്യേഷ്ഠൻ ഒരു നിരീശ്വരനാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവമില്ലെന്ന് പറയുന്ന വ്യക്തിയാണ്. അംബജോഗി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കോളേജിലെ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ ജോലി ചെയ്യുന്നു. ഒരു ഭാര്യയ്ക്ക് പോലും പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നതിനോ ദൈവവിശ്വാസിയായി ജീവിക്കുന്നതിനോ അദ്ദേഹം സമ്മതിക്കുകയില്ല. വളരെയധികം മദ്യപാനവും ചീട്ടുകളിയുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ആ കുടുംബം ജീവിക്കുകയാണ് ആ സ്ഥലത്ത്. ഒന്ന് പോകാൻ ഒക്കുമോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ആ സഹോദരനോട് പറഞ്ഞു, നിരീശ്വരനായാലും എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഒരു ദിവസം അതിനുവേണ്ടി നീക്കി വെച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ ഒരു ദിവസം ലീവ് എടുക്കുകയും എന്നെയും കൂട്ടിക്കൊണ്ട് ഈ അംബജോഗി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കണ്ടുമുട്ടി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായി ദൈവത്തെ നിഷേധിക്കുകയാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഈ സുവിശേഷീകരണ പ്രേരണയിലേക്ക് വന്നതും എങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസം അംഗീകരിച്ചതും അതിനുള്ള കാരണങ്ങളും എല്ലാം അദ്ദേഹത്തോട് വിവരിച്ചു. എൻ്റെ അനുഭവങ്ങളൊക്കെ കേട്ട ശേഷം അദ്ദേഹം ദൈവത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞാണ് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുവാൻ തുടങ്ങിയത്. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ട് നിലയിലാണ് പ്രവർത്തിക്കുന്നതും. പഴയ നിയമത്തിലെ ദൈവം മനുഷ്യരെ എല്ലാം കൊല്ലുവാൻ പറയുന്നു, പ്രതികാരം ചെയ്യുന്നു, ശത്രുവിനെ നിഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവം തിരിച്ചാണ്. അപ്പോൾ ഇതിന് രണ്ടിനും മറുപടി എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അനേക ക്വസ്റ്റ്യനുകളാണ് അദ്ദേഹം ദൈവത്തിൽ നിന്ന്, ദൈവവിശ്വാസത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം യുക്തിയായി ചിന്തിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കുറേയൊക്കെ എനിക്ക് ആൻസർ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കിടയാക്കി തീർത്തു. എന്നാൽ പരിപൂർണമായി അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റമുണ്ടാകേണ്ട ആവശ്യമാണ്, ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹം തൻ്റെ മദ്യപാനത്തിൽ നിന്നും ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെയും മാറ്റമുണ്ടായി ഒരു സ്വസ്ഥയും സമാധാനവും അനുഭവിപ്പാൻ തക്കവണ്ണം തുടങ്ങിയുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് വളരെയധികം സംസാരിച്ച് അദ്ദേഹത്തെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെയധികം ദൈവത്താൽ പരിശ്രമിച്ചു. ദൈവം അത് കണക്കിട്ടു എന്ന് വേണം പറയേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. രണ്ടാം പ്രാവശ്യം വീണ്ടും ഞാൻ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം വളരെയധികം ഒരു പൂർണ്ണ നിശ്ചയത്തോടു കൂടിയാണ് ഞാൻ പോയത്. ആ പ്രാവശ്യം അദ്ദേഹം ഒരു
ദൈവവിശ്വാസിയായി മാറുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനി മദ്യപിക്കുകയോ ചീട്ട് കളിക്കുകയോ ഒന്നും ചെയ്യുകയില്ല, ഒരു സമാധാനമുള്ള ജീവിതം ദൈവവിശ്വാസിയായി ജീവിക്കും. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും അത് സന്തോഷമാകും. കുടുംബമായി അവർക്ക് സന്തോഷമായി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള തീരുമാനത്തിലേക്ക് എത്തുവാനിടയായിത്തീർന്നു. അദ്ദേഹം കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് ഈ വിശ്വാസത്തെ അംഗീകരിച്ച് വരാനിടയായതുകൊണ്ട് ആ സ്ഥലത്തുള്ള എല്ലാ മനുഷ്യരും അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയൊരു വ്യത്യാസം വന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുള്ളവരായി. കാരണം എല്ലാ മനുഷ്യർക്കും അറിയാമായിരുന്നു, അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുമല്ല. കുടുംബം വളരെ അസമാധാനത്തിൽ പോവുകയാണ്. അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. എങ്കിലും ആ കുടുംബത്തിൻ്റെ അസമാധാനവും വിഷമങ്ങളും എല്ലാം മനുഷ്യർക്കും അറിയാവുന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്തോഷം ആ ഭവനത്തിൽ വർദ്ധിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ വർഗീസാറിന് സന്തോഷമെങ്കിൽ വർഗീസാറിൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് നടത്താം. ഞായറാഴ്ച വൈകിട്ട് അത് നടക്കുകയുള്ളൂ. കാരണം ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നേരത്തെ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കൂട്ടായ്മയും കഴിഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് യാത്ര ചെയ്തുകൊള്ളാം. അങ്ങനെ അദ്ദേഹം സമ്മതിക്കുകയും ആ സ്ഥലത്ത് ഒരു കൂട്ടായ്മ ആരംഭിക്കുവാനിടയായിത്തീരുകയും ചെയ്തു. അവിടെ അംബജോഗി മെഡിക്കൽ കോളേജുണ്ട്. മെഡിക്കൽ കോളേജിൽ ധാരാളം സ്റ്റാഫുകൾ മലയാളികൾ തന്നെയുണ്ട്, കുടുംബമായി പാർത്ത് ജോലി ചെയ്യുന്നവർ. അദ്ദേഹത്തിന് അവിടെയുള്ള എല്ലാ ആളുകളെയും നല്ല പരിചയമുള്ള വ്യക്തിയുമാണ്. അങ്ങനെ അദ്ദേഹത്തിന് താല്പര്യം വർദ്ധിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാനസാന്തരം കൊടുത്തപ്പോൾ പരിപൂർണ്ണ ആത്മപ്രേരണയുള്ളവനായി തീർന്നു. മറ്റുള്ളവരോട് തൻ്റെ ഈ വ്യത്യാസവും അനുഭവങ്ങളും ദൈവം തൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാനസാന്തരവും മറ്റുള്ളവരോട് പറയുകയും അറിയിക്കുകയും അദ്ദേഹം തന്നെ ഒരു സാക്ഷിയായി മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ക്വാർട്ടേഴ്സുകളൊക്കെ വിസിറ്റ് ചെയ്യുകയും മറ്റ് പലയിടങ്ങളിൽ പാർക്കുന്ന ആളുകളെ കണ്ടുമുട്ടി സുവിശേഷം പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു കൂട്ടായ്മ ആ സ്ഥലത്ത് ആരംഭിക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദൈവസന്നിധിയിൽ പറയുന്നത് ഞാൻ കേട്ടു. 9 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഇതുവരെയും ഞാൻ സമാധാനമില്ലാത്തൊരു വ്യക്തിയായി ജീവിച്ചു, നിരാശ മാത്രമായിരുന്നു എന്നും. അദ്ദേഹത്തിൻ്റെ പീഡനവുമുണ്ട്, അദ്ദേഹം ഉപദ്രവിക്കുകയും ചെയ്യും ദേഷ്യം വന്നു കഴിയുമ്പോൾ. അങ്ങനെ എല്ലാ നിലയിലും സഹിച്ചുപോയ ഒരു കുടുംബമായിരുന്നു. ദൈവം ആ കുടുംബത്തെ അവിടെ രക്ഷിച്ച് ആ ദേശത്ത് ഒരു പ്രവർത്തനം തുടങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. അങ്ങനെയാണ് അംബജോഗി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവവേല ആരംഭിക്കുവാൻ ഇടയായി തീർന്നതെന്നുള്ള ചരിത്രം ഞാൻ നിങ്ങളോട് വിവരിച്ചു. ഇന്ന് ആ സ്ഥലങ്ങളിലൊക്കെ ധാരാളം ദൈവപ്രവർത്തനങ്ങളും ദൈവഭക്തന്മാരും ചെന്ന് എല്ലാ സംഘടനകളിലെയും സഭകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം ആ സ്ഥലത്ത് വിതറിയ വിത്തുകൾ ധാരാളമായി വിളയുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഞാൻ ഇപ്പോൾ ഈ സ്ഥലത്തെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചും വിവരിക്കാം.